ഇന്നൊരു വെറൈറ്റി അനുഭവം ഉണ്ടായി. എന്താ അല്ലേ, ഇന്നെൻ്റെ കൂട്ടുകാരൻ ഒരു യമഹയുടെ ഫാസിനോ ഒരു നല്ല മോഡൽ 2020 മോഡൽ വന്നിട്ടുണ്ട്. നീ ഒന്ന് വന്ന് നോക്കണമെന്ന് പറഞ്ഞു, ബ്രോ ഒന്ന് വന്ന് നോക്കണമെന്ന് പറഞ്ഞു. നമ്മൾ ഓക്കെ എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ യൂണിക്കോണും കൊണ്ട് നേരെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചത് അതൊരു സിംഗിൾ ഓണർ വണ്ടി അല്ലെങ്കിൽ ഓണർ തന്നെ ഡയറക്റ്റ് സെല്ല് ചെയ്യുന്ന വണ്ടിയായിരിക്കുന്നതാണ്. എന്നാൽ അതിന് വിപരീതമായി അതൊരു കച്ചവടക്കാരനായിരുന്നു. ഓക്കെ, 2020 മോഡലിന് അവർ കോട്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് വെച്ചാൽ 50,000 രൂപയാണ്. അതും ഓക്കെ എന്ന് വെച്ച് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ വണ്ടി കണ്ടപ്പോൾ തൊട്ട് ചെറിയ എന്തൊക്കെയോ ഒരു വശപിശൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ സൈഡിൽ ചെറിയൊരു ഇളക്കമുണ്ട്. പിന്നെ രാവിലെ ഫ്യൂൽ ഇഞ്ചക്ഷനാണ് സ്കൂട്ടർ. ഞാൻ ഫ്യൂൽ ഇഞ്ചക്ഷൻ സ്കൂട്ടർ ഓടിച്ചിട്ടില്ല ബേസിക്കലി. എങ്കിലും എനിക്ക് മറ്റുള്ള ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടി ഉള്ളതുകൊണ്ട് രാവിലെ ഒരിക്കലും ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടി വാമപ്പിൻ്റെ ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് എടുക്കുമ്പോൾ തന്നെ വണ്ടി മിസ്സിങ് ഒന്നും കൂടാതെ ഓടേണ്ടതാണ്. ഇത് നല്ല മിസ്സിങ് കാണിച്ചു. അപ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് വന്നു. ഞാൻ പറഞ്ഞ എന്തായാലും സർവീസ് ഹിസ്റ്ററി എടുത്തിട്ട് നോക്കിയിട്ട് യമഹയിൽ വർക്ക് ചെയ്യുന്നൊരു കൂട്ടുകാരനെ കൊണ്ട് സർവീസ് ഹിസ്റ്ററി എടുത്ത് അവൻ തന്നെ കൂട്ടുകാരനെ കൊണ്ട് സർവീസ് ഹിസ്റ്ററി എടുത്തു. പക്ഷേ എന്നിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞു. സർവീസ് ഹിസ്റ്ററി എടുത്തപ്പോഴാണ് അതിൻ്റെ ട്വിസ്റ്റ് മനസ്സിലായത്. കാര്യം എന്ന് വെച്ചാൽ ആ വണ്ടി ഫസ്റ്റ് സർവീസ് പോലും ചെയ്തിട്ടില്ല. അതായത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന 4 ഫ്രീ സർവീസ് ഉണ്ട്. ആ ഫ്രീ സർവീസ് പോലും ചെയ്യാത്തൊരു ബൈക്ക്, ഒരു സ്കൂട്ടറായിരുന്നു അത്. അതുകൊണ്ട് തന്നെ വേണ്ടെന്ന് വെച്ച് ഞങ്ങളിങ്ങ് തിരിച്ചു പോന്നു. അതിനുള്ള റീസണും കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഒരിക്കലും ഫസ്റ്റ് സർവീസ് മിസ് ചെയ്തൊരു ബൈക്കോ കാറോ അല്ലെങ്കിൽ സ്കൂട്ടറോ ഒന്നും എടുക്കരുത്. ഒരു എൻജിൻ സെറ്റ് ചെയ്ത് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതിനാണ് റണ്ണിങ് പീരീഡ് എന്ന് പറയുന്നത്. അതായത് മെറ്റലിൻ്റെ പാർട്ടിക്കിൾസ്, എൻജിൻ്റെ പിസ്റ്റൻ്റെ ഷേപ്പ് ഒന്നും കറക്റ്റ് ആയിരിക്കത്തില്ല ചിലപ്പോൾ, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം കാണും സിലിണ്ടർ ഷേപ്പിലൊക്കെ. അതൊക്കെ ഓടി തേഞ്ഞ് കറക്റ്റായിട്ട് ലെവലിൽ നിന്ന് ഒരു കമ്പനി പ്രിസ്ക്രൈബ് ചെയ്യുന്ന ലിമിറ്റിലോട്ട് വരുന്ന ഒരു ടൈമാണ് റണ്ണിങ് പീരീഡ്. മിക്കവാറും വണ്ടികൾ ഒരു 1000 കിലോമീറ്റർ അല്ലെങ്കിൽ 800 കിലോമീറ്ററിലായിരിക്കും റണ്ണിങ് പീരീഡ് വരുന്നത്. ഫസ്റ്റ് സർവീസ് എന്ന് പറയുന്നു. ഈ സംഭവത്തിൽ ചെയ്യുന്നതാണ് എന്ന് വെച്ചാൽ അതുവരെ ഓടി ഈ മെറ്റൽ പാർട്ടിക്കിൾസ് ഒക്കെ ഉള്ള ഓയിൽ മൊത്തത്തിൽ ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് പുതിയ ഓയിൽ ഒഴിക്കുന്നു. അതായത് ആ എഞ്ചിനകത്ത് അത്രയും നാൾ, അതായത് ഫസ്റ്റ് ഓയിലിനകത്ത് വണ്ടി ഫാക്ടറിയിൽ നിന്ന് വരുന്ന ഓയിലിനകത്ത് ഈ മെറ്റൽ പാർട്ടിക്കിൾസ് സസ്പെൻഡ് ചെയ്ത് വെക്കും. അത് ഡ്രെയിൻ ചെയ്യുന്നു, പുതിയ ഓയിൽ ഒഴിക്കുന്നു. അങ്ങനെ ആണ് ആ എഞ്ചിൻ പെർഫെക്റ്റ് ആവുന്നത്. ഫസ്റ്റ് സർവീസ് ചെയ്യാതെ ഒരു 3000-4000 കിലോമീറ്റർ ഓടിച്ച വണ്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എഞ്ചിൻ്റെ കാര്യത്തിൽ നല്ല പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും, നല്ല തേയ്മാനം വന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ എടുത്താൽ അത് വൺ റിസ്ക്.